ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിരിക്കട്ടെ, ഇന്ന് എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ്? ടുഡേ സ്പെഷ്യൽ പൂരി മസാല. വാ, വെരി ഗുഡ്. പിറകെ പിറകെ ഓരോന്ന് വരുമല്ലോ. രാജു, ഞാൻ നിലത്ത് കിടക്കാം രാജു. അതല്ലേ അതിന്റെ മര്യാദ. ഇപ്പോ ഈ മര്യാദയിൽ അങ്ങ് മുമ്പോട്ട് പോവാം. അതാ അതിന്റെ ഒരു മര്യാദ. രാധമ്മ വളരെ നല്ലൊരു അമ്മയാ. എനിക്ക് അമ്മയുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിയും. നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. മോളെ, എന്താ മുത്തശ്ശി? മുത്തശ്ശി പറയേ. മോളെ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. സാരല്ല, അതൊരു സ്വപ്നല്ലേ. മോൾ ഉറങ്ങിക്കോ. രാജു, രാജു, ഗുഡ് മോർണിംഗ് രാജു. ഗുഡ് മോർണിംഗ് മാഡം. ഇതാരാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? സാക്ഷാൽ ദേവിയോ? എന്ത്? ഞാൻ ദേവിയോ? ആ, ദേവി. പ്രായം 10-20 വയസ്സ് വരുന്ന ഒരു ദേവി. കൊച്ചു മഹാലക്ഷ്മി. തള്ളണ്ട കേട്ടോ. തള്ളിയതല്ല മാഡം. ഞാൻ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചു. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ. രാജു മതി. ഞാൻ തുഷാരഹാരമൊന്നും മാറില് ചാർത്തിയിട്ടില്ല. അപ്പൊ രാജുവിന് റൊമാൻസ് ഒക്കെ അറിയാം. മാഡം തെറ്റിദ്ധരിക്കല്ലേ. ഇതേ റൊമാൻസ് സോങ് അല്ല, ഇതേ ഡിവോഷണൽ സോങ്ങാ. എന്ത് ഡിവോഷണൽ സോങ്ങോ? ആ, ഭാര്യയെ നോക്കി ഡിവോഷണൽ സോങ് പാടുന്ന മണ്ടല ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ആ, ഭാര്യ ഒരു ദേവിയായി പോയതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ലൈഫ് മുഴുവൻ എന്നെ ദേവിയായിട്ട് കാണാനാണോ രാജുവിന് ആഗ്രഹം? സംശയം എന്താ? മാഡത്തിനെ ഞാൻ കാണുന്ന അന്ന് മുതല് മാഡം എനിക്ക് ദേവി തന്നെയാ. ബാലഭഗവതി. എന്നൊരു പിശാചാക്കി മാറ്റരുതേ. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാല എന്തിന്റെ സിമ്പിളാണെന്ന് അറിയാലോ. അത് മറക്കരുത്. ചായ കുടിച്ചിട്ടെ
ഗ്ലാസ് അവിടെ വെച്ചേക്ക്. ഞാൻ ഇന്ന് മുതല് മറ്റൊരാളാവാൻ പോവാ. മറ്റൊരാളോ? അതേതാള്? കണ്ടോ? ദൈവമേ കാത്തോളണേ. ഒരു നല്ല ദിവസം കൂടി നീ എനിക്ക് തരണേ. ലോകത്തുള്ള എല്ലാവർക്കും നീ നല്ലത് വരുത്തണേ. ആ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി നീ ഓർക്കണേ. അടുക്കളയിൽ നല്ല മണമുണ്ടല്ലോ. രാധ അതിരാവിലെ എണീറ്റോ? ഇന്നലെ പിണങ്ങി കിടന്നതാ അവളുടെ ഒരു കാര്യം. അവൾ അതൊക്കെ മറന്നു. അതാ പാവന്റെ ഭാര്യ. ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത്? മോളാഹാരം ഉണ്ടാക്കുന്നോ? ഗുഡ് മോർണിംഗ് അങ്കിൾ. അയ്യോ, ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. വെരി ഗുഡ് മോർണിംഗ് മോളെ. അങ്കിളിന് ഇഷ്ടപ്പെട്ട ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാ. ശ്ശോ. അങ്കിൾ, ചുക്കും കുരുമുളകും തുളസിയിലേക്ക് ഇട്ടുണ്ടാക്കിയ കാപ്പിയ. എങ്ങനെയുണ്ട് അങ്കിൾ? പറയാനുണ്ടോ? സൂപ്പർ. രാവിലെ ഈ അരക്കപ്പ് കാപ്പി കുടിച്ചു കഴിയുമ്പോ ഉഷാറാവും. എന്തൊരു സുഖ. തൊണ്ടയ്ക്ക് സുഖം, വയറും വിശക്കും. ദേ, ഇങ്ങനെ വേണം കുടുംബത്തിലെ കുട്ടികൾ. വീടിന് എന്തൊരു ഐശ്വര്യ. അതിരിക്കട്ടെ, രാധമ്മ ഒന്ന് കണ്ടോ മോള് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇല്ല. അവള് നേരത്തെ എണീറ്റതാണല്ലോ. ഇങ്ങോട്ട് വന്നില്ലേ? വന്നില്ല വേണമെങ്കിലേ. കുളിക്കുവാണെന്ന് തോന്നുന്നു. ആ, വരട്ടെ. അവള് വന്ന് കാണുമ്പോ അവക്ക് സന്തോഷാവും. അതിരിക്കട്ടെ, ഇന്ന് എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ്? ടുഡേ സ്പെഷ്യൽ പൂരി മസാല. വാ, വെരി ഗുഡ്. പിറകെ പിറകെ ഓരോന്ന് വരുമല്ലോ. മസാല ദോശ, വെങ്കായ കുത്തപ്പം, തൈര് വടൈ, സാമ്പാർ വടൈ, രസവടൈ, ഉഴുന്നുവടൈ. കളിയാക്കാതെ അങ്കിളെ. പാചകത്തിൽ ഞാൻ എക്സ്പെർട്ട് ഒന്നും അല്ല. ഇങ്ങനെയൊക്കെയല്ലേ മോളെ എക്സ്പെർട്ട് ആവണത്? ആ, നീ കണ്ടോ ദേ അടുക്കളയിൽ ആരാണെന്ന്? ഇന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ഋതുമോളാ. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നിനക്കറിയോ? പൂരി മസാല. എന്താ ഇതൊക്കെ? ആര് പറഞ്ഞു അടുക്കള കേറാൻ?